തൊടുപുഴയിൽ 1800 വർഷം പഴക്കമുള്ള കൈലാസത്തിന് സമാനമായ ഒരു ക്ഷേത്രമുണ്ട്. ഇതാണ് അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രം. ഈ മഹാദേവ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടത്തെ ഓവ് നമുക്ക് മുറിച്ചു കിടക്കാം. ഒറ്റമൂലി അരച്ചു കൊടുക്കുന്നതാണ് ഈ കർമ്മക്കുഴികൾ. ശ്രീകോവില് പൂർണ്ണമായും കരിങ്കല്ലിൽ തമിഴ് ശൈലിയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണ്. അത് ചോളരാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അതിനാണ് 1800 വർഷം പഴക്കം കാണിക്കുന്നത്. മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ക്ഷേത്രത്തിൽ മഹാദേവൻ സ്വരൂപത്തിലാണ്, ശിവലിംഗ രൂപത്തിലല്ലായിരിക്കുന്നത്. ഒറ്റ ശിലാപീഠത്തിൽ തന്നെ ശ്രീ മഹാദേവനും ശ്രീ പാർവതീ ദേവിയും ശ്രീ മഹാഗണപതിയും ശ്രീ സുബ്രഹ്മണ്യനും കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം എന്നുള്ള വ്യത്യസ്തത കൂടി ഈ മഹാക്ഷേത്രത്തിനുണ്ട്. ഇത് കൈലാസത്തിന് സമാനം എന്നാണ് പറയുന്നത്. സാധാരണ 4 പേര് ഒന്നിച്ച് ഇരിക്കുന്ന കുടുംബസ്ഥനായിട്ടിരിക്കുന്ന ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് പ്രദക്ഷിണം ചെയ്ത് വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രക്കുളത്തിലാണ് ഗംഗാദേവിയുടെ സാന്നിധ്യം. ക്ഷേത്രത്തിലെ ഒരു പ്രത്യേക കുളമാണ്. ഇത് പറയുന്ന മഹാവില്ലെന്നാണ്. ഇതിന്റെ ഇലകൾക്ക് വില്ലുപത്രം എന്ന് പറയും. ഈ വില്ലുപത്രത്തിനുള്ള പ്രത്യേകത ഇതിന് 9 ഇതളാണുള്ളത്. ഇത് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലുള്ളതല്ല. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവച്ചാൽ എല്ലാവർക്കും ഇത് പിടിക്കില്ല. ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ ക്ഷേത്രം